കുറച്ചു മാസങ്ങൾക്ക് മുൻപും കേരളം പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ പ്രത്യാശയുടെ മുഖവും ഊർജം പകരുന്ന വാക്കുകളുമായി എത്തി സേവന രംഗത്ത് ഓടി നടന്ന മാലാഖയായിരുന്നു തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകി. മലയാളി അല്ലാതായിരുന്നിട്ട് കൂടി കേരളത്തോട് അവർ കാണിച്ച സ്നേഹം മലയാളികൾ ഒരിക്കലും മറക്കുകയില്ല. പ്രളയകാലത്തെ വാസുകിയുടെ ആവേശോജ്വലമായ പ്രസംഗം പോലും കേരളത്തിന് ആശ്വാസമായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരാൾ ഉപേക്ഷിച്ച സാരി അണിഞ്ഞ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട മാതൃകയായിരിക്കുകയാണ് കളക്ടർ. മറ്റൊരാൾ ഉപയോഗിച്ച സാരി, അതും റീസൈക്കിൾ ചെയ്ത് 50 രൂപ വിലയിട്ട് വാങ്ങിയത്, ഒരു പൊതുപരിപാടിയിൽ ആ പഴയ ചുവന്ന സാരി എടുത്തുവന്ന് കയ്യടി നേടി തിരുവനന്തപുരം കളക്ടർ ഡോക്ടർ കെ വാസുകി. വർക്കല മുനിസിപ്പാലിറ്റിയിലെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിൽ നിന്ന് വാങ്ങിയ സാരിയാണ് വസ്ത്രങ്ങളുടെ പുനരുപയോഗം എന്ന സന്ദേശം നൽകുന്നതിനായി കളക്ടർ ധരിച്ചത്. മറ്റൊരാൾ ഉപയോഗിച്ച വസ്ത്രമെടുക്കാൻ എനിക്ക് മടിയില്ല, അത് ഫാഷനബിൾ ആണ്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡോക്ടർ വാസുകി സ്വയം മാതൃകയായത്. വസ്ത്രങ്ങളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, എനിക്ക് ഇതിൽ അപമാനം ഒന്നും തോന്നുന്നില്ല എന്നും അവർ പ്രതികരിച്ചു. ഓൾഡ് ഈസ് ഫാഷനബിൾ എന്നാണ് തങ്ങളുടെ ചിന്താഗതി. ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ ഭാഗമായി പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കാതിരിക്കുകയാണ് ലക്ഷ്യം. ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരി നല്ല ലൈഫുണ്ട്, പെട്ടെന്നൊന്നും ഇത് മോശമാകില്ല. ഒരു 15 വർഷമെങ്കിലും ഈ സാരി എന്നോടൊപ്പം ഉണ്ടാകും. കളക്ടർ വാസുകി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സാരി ലഭിച്ചപ്പോഴേ ഈ സാരി ഉടുക്കണമെന്ന് താൻ പറഞ്ഞിരുന്നതായും കളക്ടർ കൂട്ടിച്ചേർത്തു. മറ്റുള്ളവർ ഉടുത്ത സാരി ഞാൻ ഉടുക്കുന്നതിൽ എനിക്ക് വിഷമം ഒന്നുമില്ല, സങ്കോചവുമില്ല. മറ്റുള്ളവർ ഉപേക്ഷിച്ചതാണെങ്കിലും അത് എത്രത്തോളം ഉപയോഗിക്കാമോ അത്രയും കാലം താൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. വർക്കലയിൽ ശിവഗിരി തീർത്ഥാടകത്തിന്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോളിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകവെയാണ് കളക്ടർ വാസുകി ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. കൊല്ലം ജില്ലാ കളക്ടറാണ് വാസുകിയുടെ ഭർത്താവ് കാർത്തികേയൻ. 2 കുട്ടികളാണ് ഇരുവർക്കും, സയൂരിയും സമരനും. സിവിൽ സർവീസ് ലോകത്തെ മനോഹരമായ പ്രണയകഥയിലെ നായകർ കൂടിയാണ് ഇരുവരും. 2008 ഒരുമിച്ചെഴുതിയ സിവിൽ സർവീസ് പരീക്ഷയിൽ കാർത്തികേയന് IFSഉം വാസുകിക്ക് IASഉം ലഭിച്ചു. വേർപിരിഞ്ഞിരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ IFS ഒഴിവാക്കുകയായിരുന്നു. IAS നേടാൻ വീണ്ടും പരീക്ഷ എഴുതിയ കാർത്തികേയന് IRS ആണ് കിട്ടിയത്. തളർന്നില്ല, 4ാം തവണ പരിശ്രമത്തിൽ IAS നേട്ടം. മധ്യപ്രദേശ് കേഡറിലായിരുന്നു കെ വാസുകിയുടെ തുടക്കം. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മികച്ച സേവനം നടത്തിയതിന് ശേഷമാണ് വാസുകി തിരുവനന്തപുരം കളക്ടറായി സ്ഥാനമേറ്റത്. IAS എന്ന സ്ഥാനപ്പേര് അന്വർത്ഥമാക്കി ജനങ്ങളുടെ കയ്യടി നേടിയ യുവ കളക്ടർമാരുടെ നിരയിലേക്കാണ് വാസുകിയും എത്തിയത്. വാസുകി ശുചിത്വ മിഷൻ ഡയറക്ടറായിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി ആറ്റുകാൽ പൊങ്കാല പ്ലാസ്റ്റിക് മുക്ത പൊങ്കാലയായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.